കൂട്ടുകാരുമായിട്ടൊരു യാത്ര. വയനാട്, ഊട്ടി, വാൽപ്പാറ, അങ്ങനെ ഒരു കറക്കം. ഫോറസ്റ്റ് റൂട്ടിലൂടെയും കുറച്ച് റിസർവ് ഫോറസ്റ്റിലൂടെയും കുറച്ച് യാത്ര. വലിയ പ്ലാനിങ് ഒന്നുമില്ല തുടങ്ങിയതാണ്. നമ്മൾ 3 വണ്ടിയിലായിട്ട് 6 പേര്. ഒരു ദിവസം രാവിലെ 5 മണിക്ക് ഇറങ്ങി രാത്രിയോടുകൂടി വയനാട്. പോയ വഴിയെന്ന് പറഞ്ഞാൽ മൂവാറ്റുപുഴ, ചാലക്കുടി, പെരിന്തൽമണ്ണ, അങ്ങനെ കറങ്ങി അത്യാവശ്യം സമയമെടുത്ത് നിർത്തി ആണ് പോയത്. രാത്രിയോട് നമ്മൾ വയനാടെത്തി. അന്ന് അവിടെ സ്റ്റേ ചെയ്തു. രാവിലെ തന്നെ അവിടെ ഒരു പൂളിലൊരു കുളിയും പാസ്സാക്കി രാവിലെ അവിടെ നിന്ന് ഇറങ്ങി. നേരെ നമ്മൾ യാത്ര പോകുമ്പോൾ ടൗൺഷിപ്പ് പൂർത്തിയായിട്ടില്ലായിരുന്നു, അപ്പോൾ എടുത്ത ഫോട്ടോയാണത്. പിന്നെ അവിടെ നിന്ന് നേരെ രാവിലെ പോയത് മുത്തങ്ങ ഫോറസ്റ്റ്, ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി ഗുണ്ടൽപേട്ടിലേക്കാണ് ആദ്യം പോയത്. വളരെ നിർത്തി സാവധാനം, അമിത വേഗതയൊന്നുമില്ലാതെ പതിയെ തന്നെയാണ് പോയത്. 3 വണ്ടിയിലായിട്ട് 6 പേര്. ഷെഹിൻ, ഉണ്ണി, രാജേഷ്, സുട്ടു, ശരത്ത്, അങ്ങനെയാണ് നമ്മളെല്ലാം കൂടെ പോയത്. ബൈക്ക് യാത്രകൾ പൊതുവേ ഞങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യാറ് ബൈക്ക് യാത്രയാണ്. ഒരിക്കലും മടുക്കാറില്ല ബൈക്ക് യാത്രകൾ. ഈ യാത്രയ്ക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പോയത് ജനുവരി സമയത്താണ്. അപ്പം കുറച്ച് വരണ്ട കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മടുപ്പ് വന്നില്ല, കാരണം കൂടുതലും ഫോറസ്റ്റിലൂടെ യാത്രയായിരുന്നു. റിസർവ് ഫോറസ്റ്റിനകത്തൂടെയുള്ള യാത്രകളാണ്. ആനയോ അല്ലെങ്കിൽ കടുവയോ കരടി എന്തെങ്കിലും സ്പോട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി, വെളിയിലോട്ടൊക്കെ നോക്കി, 2 സൈഡിലോട്ട് നോക്കി പതിയെ, വലിയ സ്പീഡൊന്നും ഇല്ലാത്ത രീതിക്ക് പതിയെ പൊയ്ക്കൊണ്ടിരുന്നത്. വയനാട്, വാൽപ്പാറ, ഊട്ടി എന്നിവിടങ്ങളിൽ സ്റ്റേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലും നമ്മളിങ്ങനെ ബൈക്കിൽ യാത്രയായിരുന്നു കൂടുതൽ. ഫോറസ്റ്റ് ഡേ ടൈം മൊത്തവും ബൈക്കിൽ ഇങ്ങനെ കറങ്ങി അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് ഉള്ള യാത്രകളായിരുന്നു. മുത്തങ്ങ ഫോറസ്റ്റിൽ അങ്ങനെ വലിയ കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. മാന്, കുരങ്ങന്മാർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റിൽ എൻട്രായി. ടൈഗർ റിസർവാണ്, പക്ഷേ ഭാഗ്യം എന്ന് പറയട്ടെ നമ്മളൊന്നിനെയും കണ്ടില്ല. എന്നാലും നമ്മൾ ആ ഒരു ഫോറസ്റ്റ് റൂട്ട് എക്സ്പീരിയൻസ് എന്നുള്ളൊരു വലിയ ഒരു ബന്ദിപ്പൂർ പോകുന്ന വഴിക്ക് പിന്നെ കണ്ടത് ഈ കുരങ്ങനെയാണ്. കുരങ്ങനെ കണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു കാട്ടിയെ കണ്ട്. അവർ രണ്ടുപേരും കണ്ടതല്ലാതെ പിന്നെ മാനുകൾ നോർമലി സ്പോട്ട് ചെയ്തായിരുന്നു. അത് 1-2 സ്ഥലത്ത് സ്പോട്ട് ചെയ്തായിരുന്നു. പിന്നെ സ്പോട്ട് ചെയ്തൊരു മെയിൻ സംഭവമാണ് ഈ പാലത്തിനപ്പുറം മസനഗുഡി വഴി ഊട്ടിക്കുള്ള യാത്രയിൽ ഈ പാലം എല്ലാവർക്കും അറിയാൻ തോന്നുന്നത്. ഈ പാലത്തിൻ്റെ ഇവിടെ ആ മുളങ്കാട്ടുന്നൊരു കൊമ്പന, ഒരു ഒറ്റയാന, അവനെ കണ്ടു. അതാണ് ഈ ട്രിപ്പിലെ വർത്ത് മൊമെൻറ്റ്. നമ്മൾ ഇത്രയും പൈസയും മുടക്കി അല്ലെങ്കിൽ ഇത്രയും സമയം കളഞ്ഞ് പോയതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ ഇവനായിരുന്നു, ഈ കൊമ്പൻ. അവൻ്റെ അഴക്, അത് ഒന്നൊരു അഴകായിരുന്നു. ആ സമയത്ത് ഞങ്ങളും ഫോറസ്റ്റുകാർ മാത്രമേ ആ റോട്ടിലുണ്ടായിരുന്നുള്ളൂ. പേടിച്ച് മുന്നോട്ട് പോയില്ല. കുറേ നേരം വെയിറ്റ് ചെയ്തു അവന് വേണ്ടി. ഒരു രാജകീയമായ എൻട്രി കൊണ്ട് ഇതിന്. അതൊക്കെ ഒന്നും ലൈഫിൽ നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അവനൊക്കെ പേടിച്ചതും അവൻ്റെ പുറകെ ക്യാമറ ആയിട്ട് പോയതും എന്തൊക്കെ ഒരു വല്ലാത്ത മൊമെൻ്റ് തന്നെ ആയിരുന്നു. അവൻ്റെ അരിശം മൊത്തം ആ വള്ളികളിലൂടെയാണ് തീർക്കുന്നത്. ഒരു പ്രത്യേക സൗന്ദര്യമായിരുന്നു അവന്. ഈ പറയുന്ന കണക്ക് ചങ്ങലക്കിട്ട് നിൽക്കുന്ന, നെറ്റിപ്പട്ടം കെട്ടിയിരിക്കുന്ന ആനയും കാട്ടി സൗന്ദര്യമാണ്. ഇതിങ്ങനെ ഈ കാട്ടിൽ ഇതുപോലെ ഇങ്ങനെ സ്വൈര്യമായിട്ടിങ്ങനെ വിഹരിക്കുന്നവരൊക്കെയാണ്. ആ ഒരു 10-15 മിനിറ്റോളം വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ പ്രദേശത്ത്, ആ സ്ഥലത്ത്. നമ്മൾ കൂടുതലും പോകാറുള്ളത് ഈ ശനി ഞായർ ദിവസങ്ങൾ ഒഴിവാക്കിയിട്ട് എല്ലാ ദിവസങ്ങളിലാണ് പോകുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കും വലിയ തിരക്ക് കുറവായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ആളുകളും കാര്യങ്ങളൊക്കെ ആയി. ഇവിടെ മൊത്തം വണ്ടിയൊക്കെ വന്ന് ബ്ലോക്കൊക്കെ ആയി. ഗാർഡിൽ ചേട്ടൻ കീഴിറങ്ങാനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അവന് കുലുക്കൊന്നുമില്ല.
അത്യാവശ്യം കുറേ സമയം അവിടെ നിന്നു. നല്ല രസമായിരുന്നു അതൊക്കെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ജീപ്പുകാരൻ അവനടുത്തോട്ട് വന്നു. അവൻ ആ ജീപ്പിനെ ഇടിക്കാനൊക്കെ ഓടി ചെന്ന് കുറേ നേരം അവൻ്റെ കാഴ്ചകളൊക്കെ കൊണ്ട് ഇങ്ങനെ നിന്ന് ഒരു മടുപ്പ് ഫീൽ ചെയ്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇത്ര നേരം പെട്ട് നിൽക്കണം അങ്ങനൊരു ഫീലൊന്നും ഉണ്ടായില്ല. നല്ല രസമായിരുന്നു അത് കണ്ട് കാഴ്ച കണ്ട് നിൽക്കാൻ. കുറേ കഴിഞ്ഞപ്പോൾ വണ്ടികളൊക്കെ അധികമായി. നമുക്ക് വീട്ടിൽ തന്നെ കാണാൻ കഴിയും അങ്ങറ്റത്ത്. ഇതേപോലെ നമ്മൾ ഈ സൈഡിലും വണ്ടികൾ നിരനിരയായി കിടക്കുമായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറത്തോളം അവൻ്റെ പരാക്രമം കഴിഞ്ഞ് അവൻ്റെ കാട്ടിലോട്ട് തന്നെ പോയി. പല ട്രിപ്പുകളിലും ആനയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരുപാട് ടൈം കളഞ്ഞതും ഇത്ര ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റുന്നതും എല്ലാം ഇതായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവൻ്റെ വഴിക്ക് പോയി. ഞങ്ങൾ നേരെ തിരിച്ച് വീണ്ടും ഈ ഊട്ടിയിലേക്ക്. കാട്ടിനുള്ളിൽ അവൻ നിൽക്കുന്നത് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ ഹെയർ പിൻ കയറി ഞങ്ങൾ മുകളിലോട്ട് കയറി തുടങ്ങി. അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു കയറി തുടങ്ങിയ മുതൽ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ വണ്ടിയൊക്കെ തീരെ കുറവായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ നല്ല റൈഡിങ് എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അധികം മഴ തുടങ്ങി. മഴ നല്ല രസമായിരുന്നു. വലിയ രീതിയിലുള്ള പ്രിക്കോഷൻസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു മഴയത്ത് നനഞ്ഞു പോകാൻ. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് നനഞ്ഞു. കാരണം ഇനി അവിടെ നേരെ പോകുന്നത് നമ്മുടെ റൂമിലേക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ മഴയൊക്കെ നനഞ്ഞ് അങ്ങ് പോയി. വേറെ ഒന്നും നോക്കാൻ നിന്നില്ല, നിർത്താനൊന്നും നിന്നില്ല. അത്യാവശ്യം വീട്ടിയൊക്കെ എടുത്ത് 1-2 ഇടങ്ങളിൽ നിർത്തി ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. എന്നിട്ട് മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. മുകളിലോട്ട് പോകും തോറും മഴയുടെ കാഠിന്യവും തണുപ്പും കൂടി വന്നു. യാത്ര മടുത്തില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കോടയുണ്ടായിരുന്നു. കോടയുടെ ഇടയിൽ കൂടി ഇങ്ങനെ ബൈക്ക് ഓടിച്ചു പോകാൻ അത് വേറൊരു ഫീൽ തന്നെയായിരുന്നു. ബൈക്ക് ട്രിപ്പുകളുടെ ഒരു പ്രത്യേകത തന്നെയാണ് നമുക്ക് ഈ ഒരു 360 വ്യൂവിൽ കാഴ്ചകളെല്ലാം കാണാൻ പറ്റുന്നത്. കാറിലാവുന്നതിനെ കാട്ടി കുറച്ചുകൂടി ഫ്രീ ആയിട്ടെല്ലാം കാണാൻ പറ്റും. പിന്നെ രണ്ടുപേരും അവരുടെ കുറേ കഥകളും കാര്യങ്ങളും തമ്മിൽ പറയും. ഇതുപോലെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അമിതമായ വേഗതയൊന്നും എടുക്കാറില്ല. ഊട്ടിയിൽ അധികം നേരം കറങ്ങിയൊന്നുമില്ല. രാത്രി അവിടെ എത്തിയത്. അപ്പോൾ തന്നെ ഈ രാവിലെ മൊത്തം വണ്ടി ഓടിച്ചതിൻ്റെ മഴ നനഞ്ഞതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിച്ചു. പിന്നെ റൂമിൽ വന്നിട്ട് തുടങ്ങി. പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് അടുത്ത യാത്ര വാൾപ്പാറയിലേക്ക്. ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയം വഴി കോയമ്പത്തൂർ, അവിടെ നിന്ന് പൊള്ളാച്ചി നേരെ വാൾപ്പാറയിൽ പോകാനായിരുന്നു അടുത്ത പ്ലാൻ. വാൾപ്പാറയിൽ മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അത് നേരെ തിരിച്ചായിരുന്നു. അതിരപ്പള്ളി ടു മലക്കപ്പാറ, വാൾപ്പാറ അങ്ങനത്തെ റോഡായിരുന്നു. ഇതും ഒരു നല്ല എക്സ്പീരിയൻസ് ഒക്കെ തന്നെയായിരുന്നു. കുറച്ച് കോയമ്പത്തൂർ ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് അവിടെ കറങ്ങി നേരെ വാൾപ്പാറയ്ക്ക് പിടിച്ചു. തമിഴ്നാട് പാസ്സൊക്കെ എടുക്കണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ആനമല ടൈഗർ റിസർവിൽ എൻ്റർ ചെയ്ത് അവിടെ നിന്ന് ഹെയർ പിന്ന് എല്ലാം കയറി മുകളിലെത്തി. അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ആ ഹെയർ പിന്നും ആ ഡാമിൻ്റെ ആ കുറേ ഭാഗങ്ങളും നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ തന്നെയാണ്. 7th ഹെവൻ എന്ന് പറയുന്നതിന് അതിനൊരു ഇത് തന്നെ ഉണ്ട് ഇവിടെ. ഈ യാത്ര തന്നെയാണ് ഇവിടുത്തെ മെയിൻ. കുറേ നേരം കഴിഞ്ഞപ്പോൾ മഞ്ഞ് മൂടി തുടങ്ങി അവിടെ മൊത്തം. ഹെയർ പിന്നുകളൊക്കെ പതിയെ കാണാതെയായി. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ അത്യാവശ്യം സ്പെൻഡ് ചെയ്ത് ഇരുട്ടി തുടങ്ങിയപ്പോൾ അടുത്ത വാൾപ്പാറ ജംഗ്ഷനിലോട്ടുള്ള യാത്രയായി. ഈ പറഞ്ഞ പോലെ അതേ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. നല്ല മഞ്ഞുണ്ടായിരുന്നു. ട്രിപ്പ് മൊത്തം സാവധാനമാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു 60, 70, 80 മത്സര ബുദ്ധിയോടെ ഒന്നും അങ്ങനെ വണ്ടി ഓടിക്കാറില്ല. വളരെ സാവധാനമാണ് വണ്ടി ഓടിച്ച് പോകുന്നത്. വാൾപ്പാറയിലെ രാത്രിയിൽ സ്റ്റേ കഴിഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും അതിരപ്പള്ളിയിലോട്ട് യാത്ര തുടങ്ങി. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ തുടക്കമേ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. മേജർ സ്ഥലങ്ങളിലെല്ലാം സ്റ്റേ ചെയ്യും. മാക്സിമം ഫോറസ്റ്റ് റൂട്ട് പിടിക്കുക, അല്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റിനകത്തുള്ള യാത്രകൾ മാക്സിമം എൻജോയ് ചെയ്യുക, ഡ്രൈവ് എൻജോയ് ചെയ്യുക. അതൊക്കെയായിരുന്നു നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ഒരു ലക്ഷ്യം. വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ വളരെ അപകടമായി വണ്ടി ഓടിക്കാതെ
റെസ്പോൺസിബിളായിട്ട് പതിയെ തന്നെയാണ് വണ്ടി പോയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിരപ്പള്ളി കാഴ്ചകൾ ഡിവിഷനിലൊക്കെ എത്തി. മലക്കപ്പാറയിലെ കുറേ കാഴ്ചകളൊക്കെ പകർത്തെങ്കിലും ഈ വീഡിയോ എടുത്തിട്ട് ഒരുപാട് നാളായതുകൊണ്ട് അതൊക്കെ മിസ്സായി. ഉള്ള വീഡിയോ ഉണ്ട് കുറേയൊക്കെ ഞാനിങ്ങനെ സെറ്റാക്കി എടുത്തതാണ്. ഇത് ഏകദേശം അതിരപ്പള്ളി അടുപ്പിച്ചൊക്കെ ആയി. ആ സമയത്തുള്ള ഈ വിഷ്വൽസാണ് ഈ കാണുന്നത്. പറഞ്ഞ പോലെ ജനുവരിയിൽ പോയതുകൊണ്ട് അത്യാവശ്യം ഒറ്റ വേണമെങ്കിൽ വരണ്ട് കിടക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യമായിരുന്നു അവിടെ. അതാണ്ട് അതിരപ്പള്ളിയുടെ അടുത്തപ്പോഴാണ് ഈ പാലത്തിനടുത്ത് വന്നത്. ഈ പാലത്തിനടുത്ത് നമുക്കൊരു അത്ഭുതം കാത്തിരിപ്പുണ്ടായിരുന്നു. ഇത് ഈ ഒരു ആനക്കൂട്ടം. ഈ ട്രിപ്പിൽ ഓൾമോസ്റ്റ് ഒരു 3 സ്ഥലത്തായിട്ട് ആനയൊക്കെ ഉണ്ട്. അതിൽ കുറച്ച് സ്പെഷ്യലായിരുന്നു ഈ ഒരു ആനക്കൂട്ടം. കാരണം അവരൊരു പിടിയാനകളായിരുന്നു കൂടുതലും. അവരൊരു കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം അവരെ കാഴ്ചകൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കി ഇങ്ങനെ ഇടുന്നു. അവർ ശല്യം ചെയ്യാതെ പതിയെ മിണ്ടാതെ അത് നോക്കിയിരുന്നു. സത്യം ഈ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മുടെ ട്രിപ്പ് കുറച്ചുകൂടി അടിപൊളിയാക്കിയതെന്നോളം പറയാൻ. അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു. ഏതാണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്താണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടേ എന്തും ചെയ്യുള്ളൂ. ഇവരുടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കാൻ ഒട്ടും മടുപ്പൊന്നുമില്ല. കാരണം പുറകിലായിട്ട് മുന്നിലായിട്ട് ഇവർ ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ആൾക്കാരുടെയും മാക്സിമം വിഷ്വൽസൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ടു നിന്നു. ഇതൊക്കെയല്ലേ ഒരു രസം. ട്രിപ്പ് പോയിട്ട് ഇതൊക്കെ കാണുമ്പോഴാണ് ഒരു സന്തോഷം. ഈ യാത്രയിലാണ് ഏറ്റവും കൂടുതൽ ആനകളെ കണ്ടത്. കുറച്ച് നേരം അവരുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് യാത്രയായി. അപ്പം ഈ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിന് മുന്നേ ഒരു പാലമുണ്ട്. അവിടെ വെച്ചത് ഇവനെ കാണുന്നത്. നമുക്ക് കാണാൻ കഴിയും. പെട്ടെന്ന് അവനെ അങ്ങനെ കണ്ടില്ല. കാരണം ആദ്യം മുന്നേ 2 വണ്ടി പോയിട്ട് അവർ കണ്ടില്ല. അവസാനം വന്ന വണ്ടിയിൽ വന്നവരാണത് കണ്ടത്. അവനാ നിപ്പ് അത്യാവശ്യം സൈലൻ്റ് ശാന്തനായിട്ടാണ് നിന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ. അതുപോലെ തന്നെ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ മാക്സിമം ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഒരു 1.5 എൻട്രി ആയിരുന്നു അത്. നമ്മളെ ഫ്രണ്ടിൽ കൂടി നമ്മളെയും ദ്രോഹിക്കാതെ നമ്മൾ അവനെയും ശല്യം ചെയ്യാതെ അവൻ്റെ ഇങ്ങനെ പതിയെ പോകുന്നൊരു വ്യൂ. അത് ഒരു സിനിമാറ്റിക് സ്റ്റൈൽ തന്നെയായിരുന്നു. അവൻ്റെ ആ പോക്കൂടെ കണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ഈ യാത്ര ഞങ്ങളുടെ ആദ്യത്തെ യാത്രയൊന്നുമല്ല. എന്നാലും അത്യാവശ്യം ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അന്നൊന്നും വീഡിയോ എടുക്കണം, പോസ്റ്റ് ചെയ്യണം അങ്ങനൊരു ഇതില്ലായിരുന്നു. ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് സ്റ്റാറ്റസും സ്റ്റോറിയും വെച്ചങ്ങ് കളഞ്ഞു. പക്ഷേ യാത്രകൾ അടിപൊളിയാക്കുന്നത് എന്നും നല്ല നിമിഷങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ഫ്രണ്ട്സിനോട് പോകുമ്പോഴാണ്. യാത്ര ചെയ്തിട്ട് എന്ത് നേടിയെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല മൊമെൻറ്റ്സ്, കൂട്ടുകാരുമൊത്തും നല്ല മൊമെൻറ്റ്സ് കിട്ടി. ഒരുപാട് നല്ല കാഴ്ചകൾ കിട്ടി. ലൈഫിൽ ഓർമ്മിച്ചിരിക്കാൻ ഒരുപാട് നല്ല ഇത് കിട്ടി. അതൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ യാത്രകളിലൂടെ അവസാനിക്കുന്നില്ല. ഒരുപിടി നല്ല നല്ല മൊമെൻറ്റ്സുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ഇനിയും മുന്നോട്ട് പോകും. നമ്മുടെ യാത്രകൾ ഇനിയും ഉണ്ടാവും. യൂട്യൂബിലെ വീഡിയോ ആദ്യത്തെ ശ്രമമാണ്. ഇനിയും വീഡിയോസ് വരും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.